ഇവിടെ റോഡ് കിടക്കുന്നതും ഇവിടുത്തെ ബ്ലോക്കും ഇവിടുത്തെ സിഗ്നലും ഇവിടുത്തെ ട്രാഫിക്കും എല്ലാം ഒന്ന് കാണാം. ഇത് വാഹനങ്ങളുടെ ഒരു കടലാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഈ ഒരു പ്രദേശങ്ങളിൽ ധാരാളം പ്രമുഖരുടെ വീടുകളടക്കമുണ്ട്. ഇതാ ഈ കാണുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റുകളാണ്. ധാരാളം ആളുകൾ ഇവിടെ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് സൂര്യൻ ഏകദേശം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതേതായാലും വിനു മങ്കാദ് ഗേറ്റ് ആണ്. വിനു മങ്കാദ് എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യയുടെ പഴയൊരു കളിക്കാരനാണ്. വാങ്കഡെ സ്റ്റേഡിയം. ക്വീൻസ് നെക്ലേഴ്സ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഏതായാലും ഈ ഒരു മറൈൻ ഡ്രൈവ് കിടക്കുന്നത്. ഓക്കെ, ഹൗ ഈസ് ഇന്ത്യ? India's very nice. Nice? Okay, thank you. Nice to meet you. Bye. What's your YouTube channel? Yeah, we want to see. അപ്പോൾ ചർച്ച് ഗേറ്റ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് സൂര്യാസ്തമയവും മറ്റുമൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. മറൈൻ ഡ്രൈവ് ഇപ്പോൾ വളരെ പ്രശസ്തമായ മറൈൻ ഡ്രൈവ് ഏരിയ ആണിത്. റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള കാർ യാത്രയും ഒക്കെ വളരെ പ്രശസ്തമാണ് ഇവിടെ. ആ പുതിയ മോഡൽ ഇന്നോവ, ഒരു MG ഹെക്ടറാന്ന് തോന്നുന്നു. അതേപോലെ പുതിയ മോഡൽ ഇന്നോവ ഇവിടെ കിടക്കുന്നു. പക്ഷെ ഒരു ഭംഗി തോന്നുന്നില്ല കേട്ടോ. ഇന്നോവ ഹൈക്രോസ്. ഇത് ഹെക്ടറാണ്, MG ഹെക്ടർ തന്നെയാണ്. കണ്ടിട്ടൊരു വലിയ വലിപ്പമൊന്നും തോന്നുന്നില്ല. നമ്മുടെ എർട്ടിക പോലെ തന്നെ തോന്നുന്നു. അതെന്താ പോലും അങ്ങനെ, വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ആവോ. ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു ബാറാണിത്. ബാർ ആൻഡ് റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇവിടങ്ങളിലൊക്കെ ഇതേപോലത്തെ ചെറിയ ബിൽഡിങ്ങുകൾക്ക് വരെ ബാർ ലൈസൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറൊന്നുമില്ല. വെള്ളമടിക്കുന്നവർ വെള്ളമടിക്കുന്നു, വെള്ളമടിക്കേണ്ടാത്തവർ വെള്ളമടിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പെണ്ണുങ്ങൾക്കും വെള്ളമടിക്കും, പെണ്ണുങ്ങളും വെള്ളമടിക്കും. വേണമെങ്കിൽ ബാറിൽ പോയിട്ട് വെള്ളമടിക്കണമെങ്കിൽ അതിനായിട്ട് ഫാമിലി റൂമുകളൊക്കെ കിട്ടും, അവരവിടെ പോയിട്ട് വെള്ളമടിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജോലി കഴിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഹൈ ക്ലാസ് കടകൾ കാണാം, ഷോപ്പുകൾ കാണാം. യൂണിയൻ ബാങ്കിൻ്റെ ഒരു ഓഫീസാണ് ഇവിടെ ഉള്ളത്. സോറി, യൂണിയൻ ബാങ്കിൻ്റെ ഓഫീസ് എന്നല്ലല്ലോ അല്ലേ, യൂണിയൻ ബാങ്കാണിത്. ഇവിടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് വലി പ്രോത്സാഹിപ്പിക്കാറില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പുള്ളിക്കാരനൊക്കെ പരസ്യമായിട്ട് തന്നെ സിഗരറ്റ് വലിക്കുന്നത്. അതോ വലിക്കാവോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും ഒത്തിരി പേരൊന്നും വലിച്ചിട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ സിഗരറ്റ് വലി അത്ര നല്ലതല്ലെന്ന് തോന്നുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു ഇടവേള എടുത്തിട്ട് സിഗരറ്റ് വലിക്കുന്നുള്ളതെന്ന് തോന്നുന്നതുകൊണ്ടായി, അങ്ങനെയുള്ളതുകൊണ്ടായിരിക്കാം. ഏതായാലും ഒത്തിരി പേരൊന്നും സിഗരറ്റ് വലിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടില്ല. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ പോകുന്നവരൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ കഴിഞ്ഞ്, അതായത് വലിയ ജോലിയല്ല, ഒരു ഏകദേശം ഒരു 15-20 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ബെൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയുടെയൊക്കെ ആയിരിക്കും. ഏതായാലും ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നത് ഒരു പ്രത്യേകമായിട്ടൊരു യൂണിഫോം കോഡൊക്കെ വെച്ചിട്ടാണ്, തലപ്പാവൊക്കെ വെച്ച്. ഇപ്പോൾ എന്താണിത്, എന്ത് സ്ഥാപനമാണിത്? ഇപ്പോൾ ഇവിടെ ബാക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നൊരു വണ്ടി കാണാം. വെയിറ്റ് അങ്ങോട്ട് ഒഴിവായത്തേക്കും വെയിറ്റ് സൈഡിലേക്ക് വന്നത്തേക്കും വണ്ടി ഇരുന്ന് ഡ്രൈവറുടെ തലയെ കൊണ്ട് കുനിഞ്ഞു പോയേക്കാം. ഇല്ല തലയിടിച്ചിട്ട് തലയും തിരുമ്മി നടക്കണ്ടല്ലോ. ക്യാമറ കണ്ടുകൊണ്ടാണെന്ന് കുറേ പേര് ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ ധാരാളം ലക്ഷറി ഷോപ്പുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇവിടെ റോഡ് കിടക്കുന്നതും ഇവിടുത്തെ ബ്ലോക്കും ഇവിടുത്തെ സിഗ്നലും ഇവിടുത്തെ ട്രാഫിക്കും എല്ലാം ഒന്ന് കാണാം. അപ്പോൾ നമ്മളേതായാലും ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം ഏതായാലും ഇവിടുത്തെ മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ കാണാം. ഇതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു, പ്ലാസ ബൈ ദ വേ. ഇതിൻ്റെ പേരങ്ങനെയാണ്, ടേക്ക് എവേ കൗണ്ടർ അടക്കമുണ്ട്. ഹോട്ടലാണോ അതോ ഐസ്ക്രീം പാർലർ അങ്ങനെ എന്തെങ്കിലും ആണോ, ജ്യൂസ് ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ആണോ?
എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ഏതായാലും സിഗ്നലിൽ ആർമി ഡ്രസ് ഇട്ട ഏതൊരു പുള്ളിയാണ് നിയന്ത്രിക്കുന്നത്. ഇത് വാഹനങ്ങളുടെ ഒരു കടലാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നത്. ജനസാഗരമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ സിഗ്നലിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യും. മുന്നോട്ട് പോവാണോ? ഓ, അങ്ങോട്ടുള്ള ഇവിടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും ഏതായാലും ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോയത്. കാരണം ധാരാളം ജനങ്ങളാണ് ഇവിടുത്തെ സൂര്യാസ്തമയം കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏതായാലും ഇവിടെ മറൈൻ ഡ്രൈവ് വന്നപ്പോൾ ഇവിടുത്തുകാരായ കുറച്ച് സുഹൃത്തുക്കളെ, 2-3 കുഞ്ഞു സുഹൃത്തുക്കളെ കണ്ടിരിക്കുകയാണ്. നാം ക്യാ ഹൈ? തുമ്ഹാരാ നാം ക്യാ ഹൈ? നാം ബത്താओ. अयान अयाने शिवानी अयाने शिवानी. ये लोग कुर्ला में रहते. ഇവർ കുർളയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ വന്ന് പരിചയപ്പെട്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ അന്നേരം വിചാരിച്ചു. ഏതായാലും ഹിന്ദിയാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ. നമ്മുടെ ഭാഷയൊന്നും ഇവർക്ക് അറിയത്തുമില്ല. അപ്പോൾ ഇതാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു മനോഹരമായ കാഴ്ചയുള്ള, സമുദ്രത്തിലേക്ക് നീണ്ട കാഴ്ച, ഒരു അസ്തമയത്തിൻ്റെ ഒരു ബൃഹത്തായ കാഴ്ച കിട്ടുന്ന മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടുന്ന് നീണ്ട ഡ്രൈവാണ്. ഈ മറൈൻ ഡ്രൈവ് എന്നുള്ള പേര് വരാൻ വേണ്ടിയിട്ട് തന്നെ കാരണം കടൽ തീരത്തോടെയുള്ള നീണ്ട ഡ്രൈവ് ഈ ഒരു വഴിയിൽ കൂടെ കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ ധാരാളം പ്രമുഖരുടെ വീടുകളടക്കമുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ചില കേന്ദ്രങ്ങൾ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ലൈറ്റ് കാണുന്നത് ബ്രാംബോൺ സ്റ്റേഡിയത്തിൻ്റെയാണ്. ഈ ഒരു പ്രദേശം ബ്രാംബോൺ സ്റ്റേഡിയമാണ്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വാങ്കഡെ സ്റ്റേഡിയം കാണാം. ഈ കാണുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റുകളാണ്. അപ്പോൾ അങ്ങനെ ധാരാളം പ്രശസ്തമായ ലാൻഡ് മാർക്കുകളുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ പറയുന്ന മറൈൻ ഡ്രൈവ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ സ്ഥാനം ഏകദേശം ആ ഒരു ഭാഗത്താണ്. നരിമാൻ പോയിൻ്റ് മുതൽ മലബാർ ഹിൽ വരെ ദക്ഷിണ മുംബൈയിൽ കടലിൻ്റെ അരികു ചേർന്ന് സി ടൈപ്പിലാണ് ഇതിൻ്റെ സ്ഥാനം, ഇങ്ങനെ വളഞ്ഞ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു നീണ്ട റോഡും സ്ഥിതി ചെയ്യുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സമയാസമയങ്ങളിൽ ഇത് നടത്താറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെയധികം ആളുകൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒത്തിരി ആളുകൾ. ഇവിടങ്ങളിലെ രാത്രിയിലെ കാഴ്ച വളരെ മനോഹരമാണ്. ഈ തെരുവുവിളക്കുകളുടെ തെരുവുവിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞോട്ടുള്ള ആ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അപ്പോൾ അതൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് തന്നെ ഈ സൂര്യാസ്തമയം കഴിഞ്ഞാലും ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്വീൻസ് നെക്ലേസ് എന്ന്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ മാല പോലെ കിടക്കുന്ന തെരുവുവിളക്കുകളുടെ ആകൃതിയാണ് ഇതിന് ക്വീൻസ് നെക്ലേസ് എന്നുള്ള പേര് വരാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. കുറേ പേര് ഇതൊരു കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കുവാണ്, ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. കണ്ടില്ല, ഈ ചേട്ടൻ അതിലൊരാളാണ്. കഴുത്തിന് വേദന എടുക്കുന്നതുകൊണ്ട് ഇപ്പം തല നേരെ പിടിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് മാർഗ് എന്നാണ്. ഏകദേശം 3.6 കിലോമീറ്ററാണ് ഈ ഒരു റോഡിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അരികിലൂടെയുള്ള ഈ റോഡ് നിർമ്മിച്ചത് ഭഗോൻജി സേഡ് കീർ, പല്ലാൻജി മിശ്ര എന്നിവർ ചേർന്നാണ്. ബാഗ്ബേ എന്ന ചെറിയ ഉൾക്കടലിൻ്റെ അരികിലൂടെയാണ് ഇതിൻ്റെ നിർമ്മിതിയുള്ളത്. പിന്നെ ഇതിൻ്റെ നടപ്പാത പനകളാൽ അലങ്കരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പനകളൊന്നും ഞാൻ കാണുന്നില്ല. ഇതായിരിക്കും നടപ്പാത, ഇതല്ലാതെ വേറെ നടപ്പാത അപ്പുറത്തെ സൈഡിൽ കാണും. പക്ഷേ പനകളൊന്നും ഇവിടെ കാണാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഈ പനകളാൽ അലങ്കരിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുക?
ഒരു സമയത്ത് ഇവിടെ പനകൾ ഉണ്ടായിരുന്നിരിക്കണം, പിന്നീട് അത് മുറിച്ച് മാറ്റപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത. പിന്നെ ഇതുവഴി നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വടക്കേ അറ്റത്ത് ചൗപ്പത്തി ബീച്ചാണ് വരുന്നത്. ചൗപ്പത്തി ബീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗണപതി വിഗ്രഹ നിമഞ്ജനം ധാരാളം നടക്കുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു ബീച്ചാണ്. അപ്പം മഹാരാഷ്ട്രയുടെയും ഗോവയിൽ നിന്ന് വരെ ധാരാളം ആളുകൾ ഇവിടെ നിമഞ്ജനത്തിന് വരാറുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ വശങ്ങളിൽ ധാരാളം കെട്ടിടങ്ങൾ കാണാം. ഇത് കുറേ എണ്ണം ഭവനങ്ങളാണ്. ഇത് ആർട്ട് ഡെക്കോ ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഈ പഴയ കെട്ടിടങ്ങളെല്ലാം തന്നെ, പുതിയവ നമുക്ക് ഇതിൽ കൂട്ടത്തിൽ കൂട്ടണ്ട, ഇതിനിടയിലുള്ള പഴയ കെട്ടിടങ്ങളെല്ലാം തന്നെ ആർട്ട് ഡെക്കോ ശൈലിയിൽ നിർമ്മിച്ചവയാണ്. അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പാഴ്സികളാണ്, സമ്പന്നരായ പാഴ്സികൾ, വ്യവസായികളായിരുന്നു. ഈ പാഴ്സികൾ പരമ്പരാഗതമായിട്ട് വ്യവസായികളൊക്കെ തന്നെയായിരുന്നു. അവർ ധാരാളം സമ്പന്നരുണ്ടായിരുന്നു. അപ്പോൾ അവർ നിർമ്മിച്ചതാണ് ഈ പറഞ്ഞ ആർട്ട് ഡെക്കോ ശൈലിയിലുള്ള സൗധങ്ങൾ. അത്തരം ആർട്ട് ഡെക്കോ ശൈലിയിലുള്ള സൗധങ്ങളിൽ ചിലതാണ് കപൂർ മഹൽ, സവേർ മഹൽ, കേമൽ മഹൽ എന്നിവ. അപ്പോൾ അതുമാത്രമല്ല, ഇതിനിടയിൽ പല വൻകിട ഹോട്ടലുകളുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഒബറോയി, ഇൻ്റർകോണ്ടിനെൻ്റൽ മുതലായ വൻകിട ഹോട്ടലുകളാണ് ഈ ബീച്ചിൻ്റെ അരികു പറ്റിയുള്ളത്. ഏകദേശം 1937-നും 1939-നും ഇടയ്ക്ക് 10 ലക്ഷം രൂപ മുടക്കുമുതലിലാണ് ഈ ഒരു സൈഡ് വശത്ത് ഈ റോഡ് ഇങ്ങനെ നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ റോഡിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഈ നഗരത്തിലെ ബിസിനസ് ഡിസ്ട്രിക്റ്റുമായിട്ട് ഈ നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഇതിന് ഒരു വളരെ വലിയൊരു പ്രാധാന്യം ഇവിടെ വരുന്നുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് സൂര്യൻ ഏകദേശം ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ സൂര്യാസ്തമയം കാണാൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അരികു പറ്റിയാണ് ധാരാളം സ്പോർട്സ് ക്ലബ്ബുകളുള്ളത്. ചില ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് ബ്രാംബോൺ ഇവിടെയാണ്, കുറച്ച് മുന്നിലാണ് വാങ്കഡെ സ്റ്റേഡിയം. അങ്ങനെ ഒത്തിരി ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളും ക്രിക്കറ്റ് ഗ്രൗണ്ടുകളും ക്രിക്കറ്റ് ക്ലബ്ബുകളും എല്ലാം ഇതിൻ്റെ അരികു പറ്റിയുണ്ട്. ആദ്യകാലങ്ങളിൽ നർഗീസ്, രാജ് കപൂർ മുതലായ ഹിന്ദി സിനിമാ താരങ്ങൾ താമസിച്ചിരുന്നതും ഇതിൻ്റെ അരികു പറ്റിയാണ്. പക്ഷെ ഇപ്പോഴങ്ങനെ ആരുമില്ല കേട്ടോ. അവരൊക്കെ ഇവിടുന്ന് താമസം മാറിയെന്നല്ല, അവരല്ലാതെ അതിനുശേഷം പിന്നീടുള്ള ഹിന്ദി താരങ്ങളാരും തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ BCCIയുടെയും IPLൻ്റെയും ഒക്കെ ആസ്ഥാനം ഈ ഒരു പ്രദേശങ്ങളിൽ തന്നെയാണ്. BCCIയുടെ ആസ്ഥാനം ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരാണെന്നാണ്. പക്ഷേ അവിടെയല്ല, ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിലാണ് BCCIയുടെ ആസ്ഥാനവും ICCയുടെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ക്രിക്കറ്റ് ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പരിസരങ്ങളിലാണ്, ഇവിടെയാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 14, 2004 എയർഫോഴ്സ് എയർ ഷോയും ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. 2004 ഫെബ്രുവരി 9 അന്താരാഷ്ട്ര മാരത്തൺ ഇവിടെ വെച്ച് നടക്കുകയും എല്ലാ വർഷവും മുംബൈ മാരത്തൺ ഇവിടെ വെച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. 2001 ഫെബ്രുവരി 19 ഇൻ്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ ഇവിടെ വെച്ച് നടന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നാവികസേനയും ഈ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒത്തിരി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കടൽ തീരവും ഒരു റോഡുമാണിത്. അപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധയുള്ള ഒരു പ്രദേശം തന്നെയാണിതെന്നാണ് അതിനർത്ഥം. പക്ഷേ ഇവിടങ്ങളിൽ ഈ വിദേശികളായ ടൂറിസ്റ്റുകളാരും വരുന്നത് കാണാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഒരു ബോർഡ് ഇവിടെ കാണുന്നത്. അപ്പോൾ വിക്ടോറിയൻ, ഗോത്തിക് ആൻഡ് ആർട്ട് ഡെക്കോ എൻസെമ്പിൾസ് ഓഫ് മുംബൈ എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ വളരെ വിലപ്പെട്ട അമൂല്യമായ ഒരു വസ്തുവായിട്ട് ഇതിൻ്റെ പരിസരങ്ങളിലുള്ള പല കെട്ടിടങ്ങളെയും കാണുന്നുണ്ടായിരിക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ ബാക്കിയുള്ള എഴുത്തുകളെല്ലാം ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഞാനത് വായിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1988 ഫ്രഞ്ച് ഫെസ്റ്റിവൽ. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അത്തരം കുറച്ച് സംഭവങ്ങൾ, അതുപോലെ വേറെ കുറേ ധാരാളം സംഭവങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ ധാരാളം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ 1993 ഉണ്ടായിട്ടുണ്ട്, 2003 ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 2008 അജ്മൽ കസബിൻ്റെ നേതൃത്വത്തിലുള്ള ഭീകരന്മാർ ഇതിലൂടെ ഓടി നടന്ന് വെടിവെക്കുകയുണ്ടായി. അതിനൊക്കെ ഈ ഒരു പ്രദേശം വേദിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു തീരമാണിത്.
അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ ഒത്തിരി പേരുടെ മുഖമൊക്കെ വരാറുണ്ട്. ചിലരൊക്കെ ഓടി ഒളിക്കാറുണ്ടെങ്കിൽ പോലും ആരും ഇതിനെതിരെ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. കുറേ മുമ്പ് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചപ്പോൾ തന്നെ അവിടുന്ന് ആ പുള്ളിക്കാരി ചെറുതായിട്ട് ഒച്ച ഉണ്ടാക്കി. അതാ ഫോണിനകത്ത് മൊബൈൽ ഫോണിനകത്ത് ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. എങ്കിൽ പോലും ഇവിടെ വന്നു ധാരാളം യുവമിഥുനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. നമുക്ക് കാണാം. അപ്പോൾ ഇവരാരും തന്നെ ഇതിനെതിരെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇതിനെക്കുറിച്ചൊന്നും മോശമായ രീതിയിലൊന്നും സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചിലരിങ്ങോട്ട് സൗഹൃദം കൂടാൻ വേണ്ടിയിട്ട് വന്നത് കുറച്ച് പിള്ളേരൊക്കെയാണ്. അല്ലാതെ തന്നെ കുറച്ച് പേര് കൗതുകത്തോടെ നോക്കുകയോ നമുക്ക് ഭംഗം വരുന്ന രീതിയിൽ ഒരു വാക്ക് പോലും അവർ ഒരിയാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സൂര്യൻ അസ്തമിക്കാനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ ഏകദേശം ഇവിടം വരെ എത്തി. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. കുറച്ച് യുവമിഥുനങ്ങളുണ്ട് എന്നെങ്കിൽ പോലും എല്ലാവരും തന്നെ ഒത്തിരി അധികം ആളുകൾ ഒരു ഡൊമസ്റ്റിക് ട്രാവലേഴ്സ് ആയിരിക്കണം. എല്ലാവരും തന്നെ കുടുംബത്തോടെ വന്ന് കുട്ടികളടക്കം ഇങ്ങനെ കുടുംബത്തോടെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നവരാണ്. ഇങ്ങനെ ആസ്വദിക്കുകയാണ് അവർ. ചെറിയ ചൂടുണ്ടെങ്കിൽ പോലും എല്ലാവരും തന്നെ കടലിന് അഭിമുഖമായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം സൂര്യൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു സത്യം. എങ്കിൽ പോലും എല്ലാവരും തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിലൂടെ ആരെങ്കിലും നടന്നാൽ പോലും അങ്ങനെ കാണാനില്ല. അവിടെ ആരോ ടിക്ടോക്ക് എടുക്കുന്നുണ്ട്. ആണ്ടേ അത് ഒരു തോട്ടിക്കോല് പോലുള്ള ഒരു കൊച്ചിനെ വേറെ മുട്ടപ്പുള്ള വേറൊരു കൊച്ച് പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നു, കയ്യെ പിടിച്ച്. പക്ഷേ അതിൻ്റെ കാഴ്ചകൾ പോയല്ലേ. ഇനിയിപ്പോൾ തന്നെ എടുക്കുമായിരിക്കും. ഇനി അന്നേരപ്പോൾ കാണിക്കാം. ഇങ്ങനെ ഇതുപോലുള്ള ധാരാളം കാഴ്ചകൾ ഇവിടെ കാണാറുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പം ഇവരായിരുന്നു അവർ. പക്ഷെ അവരതിൽ നിന്നും അത് വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ പരിസരങ്ങളിൽ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങൾ നോക്കിയിരിക്കുന്നവരും ധാരാളം ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ ആണെന്നാണ് തോന്നുന്നത് ആ കാണുന്നത്. അവിടെയും ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ കാട് കയറി കണ്ടില്ലേ. ഇതുപോലെ പ്രധാനപ്പെട്ട ഇത്രയധികം ആൾ വരുന്ന ഈ ഒരു പ്രദേശം കാട് കയറി ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും ഒരു മകുടോദാഹരണം തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ അതിനുശേഷവും ഇതേപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്താണ് ഇതുപോലെ കാട് കയറി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം വളർന്നിട്ടില്ല. ഈ മഴയുടെ ഇടയ്ക്ക് വളർന്നതായിരിക്കാം ഒരു പക്ഷേ. ഈ മഴയുടെ ഒരു ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ട്. അതിൻ്റെ ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഇതെല്ലാം പറിച്ച് കളയുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോഴാണ് മറ്റൊരു കാര്യം ആലോചിച്ചത്. ഇപ്പോൾ മുംബൈയിലെന്നല്ല എവിടെയാണെങ്കിലും കടൽ തീരമുണ്ടെങ്കിൽ ഒരു 4 ആൾ കൂടുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് കപ്പലണ്ടി കച്ചവടം, അതായത് കടലക്കച്ചവടം മുതലായ കാര്യങ്ങളൊക്കെ. സോഫ്റ്റ് ഡ്രിങ്കുകൾ വിൽക്കുന്നത്, ഐസ്ക്രീം വിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലീനായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്നറിയില്ല. ഏതായാലും ഇവിടെ ഇതുവരെ ഞാനൊരു അതുപോലത്തെ ഒരു കച്ചവടം കണ്ടിട്ടേ ഇല്ല. എന്തുകൊണ്ടാണെന്നറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഞാനൊരു വെള്ളം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അത്തരം ഒരു കാര്യം ശ്രദ്ധിച്ചത് തന്നെ. അപ്പം അതൊരു വിചിത്രമായൊരു കാര്യമായിട്ട് തോന്നി. ഇതിലൂടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അടിച്ചു വാരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ക്ലീനിങ്ങിനെക്കുറിച്ച് ഇങ്ങനെ ചുമ്മാ വാരി എറിയും. ഒരു വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊന്നും ഇല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതിലൊക്കെ ഗവൺമെൻറ് മടുത്തതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനൊരു തീരുമാനമൊക്കെ എടുത്തത്. മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു പ്രദേശങ്ങളിൽ ഞാൻ വന്നതുപോലെ എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ കടല അതേപോലുള്ള സംഭവങ്ങൾ, ചോളാപ്പൊരി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല, എൻ്റെ ഓർമ്മയിലില്ല. അതാണ് ഇപ്പോൾ ഏതായാലും ഇവിടെ കാണാൻ കഴിയുന്നത് ഫോട്ടോ എടുക്കൽ, പിന്നെ പ്രണയ സല്ലാപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനൊരു കച്ചവടമോ സംഭവങ്ങളോ ഒന്നും ഇവിടെ കാണുവാനില്ല. ചില മലയാളികളായിരിക്കും ഇവിടെ ഇരുന്ന് ക്യാമറയിലേക്കും എൻ്റെ മുഖത്തേക്കും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പം ഫോട്ടോഷൂട്ടിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് സോളാർ പാനൽ വെച്ച ഒരു കണ്ടെയ്നർ കൊണ്ടുണ്ടാക്കിയൊരു ഇത് കാണുന്നത്. ഇപ്പോൾ സോളാർ പാനലൊക്കെ ഉണ്ട്, പക്ഷെ അത് ജനലൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് എന്നറിയത്തില്ല. ഈ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതിൽ സോളാർ പാനലുണ്ട്, അതിലും കറണ്ടിൻ്റെ ഒരു സംഭവമായിരിക്കും.
ഒരു പക്ഷേ ഈ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടായിരിക്കും, ഈ എന്താണ് പറയുക, സിഗ്നൽ ലൈറ്റിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ. അതിൽ ഇതിൻ്റെ വാതിൽ ഇങ്ങനെ അടച്ചിരിക്കുകയാണ്. പോലീസ് ഔട്ട് പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആണോ? വാതിൽ പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ല. ഇവിടെയും ചെറിയൊരു സംഭവം കാണാം, അതും എന്താണെന്ന് അറിയത്തില്ല. പിന്നെ സൂര്യൻ ഏകദേശം ഇവിടെ എത്തി. അത്യാവശ്യം നല്ല ചൂടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല ചൂടിലാണ് ഇപ്പം നിലവിലും അന്തരീക്ഷം ഉള്ളത്. പിന്നെ ചെറുതായിട്ട് മേഘങ്ങളുടെ സാന്നിധ്യവും ആകാശത്ത് കാണാമെന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും നമ്മൾ വാങ്കഡെ സ്റ്റേഡിയം എത്താനായി. അപ്പോൾ അതിൻ്റെ പരിസരത്തേക്കൊന്ന് കയറണം. ഒരു ട്രാഫിക് പോലീസുകാരൻ ഇതിലൂടെ നടപ്പുണ്ട്. ഇവരുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ജോലി ഇച്ചിരി കാഠിന്യമേറിയ ജോലി തന്നെയാണ്. കാരണം വെയിൽ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ കഷ്ടപ്പാടിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് കാണും. ഈ പണിയെടുക്കുന്നത് പോലെ തന്നെ, കൂലിപ്പണി എടുക്കുന്നത് പോലെ തന്നെ അവർക്കും അധ്വാനമുണ്ട്. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. ചെറിയ പണികളൊന്നുമല്ല, വിസിൽ ഊതുന്നു. അങ്ങനെ വലിയ പണികൾ, വലിയ അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ ജനത്തിരക്കൊരല്പം കുറവുണ്ട്. ഇപ്പം വാങ്കഡെ സ്റ്റേഡിയം ഇവിടെയാണ്. ഇപ്പം എങ്ങനെ അതിലേക്ക് പോകും, അങ്ങോട്ടേക്ക് പോകും? ഇവിടെ ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെയേ ഉള്ളൂ. ഇവിടെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇപ്പം എന്ത് ചെയ്യും? ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ ട്രാഫിക് പോലീസുകാരൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണെന്ന്. ഓടി നടന്നിട്ടാണ് ഇവിടെ പുള്ളിക്കാരൻ നിയന്ത്രിക്കുന്നത്. എന്താണ് അവസ്ഥയല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ അതിനനുസരിച്ച് ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതിലൂടെ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം മിനിറ്റുകൾ കൊണ്ട് എത്ര വണ്ടികളാണ്, മിനിറ്റുകളെന്നല്ല സെക്കൻഡുകൾ കൊണ്ട് എത്ര വണ്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കി. വലിയ ആഡംബര വാഹനങ്ങളും നേരത്തെ പറഞ്ഞതുപോലത്തെ ആ പഴയ സാൻഡ്രോ ടൈപ്പ് ടാക്സികളും ഒക്കെ നിറഞ്ഞ് വൻ വാഹന തിരക്കും ഒക്കെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും അത് പെട്ടെന്ന് അഴിഞ്ഞു പോകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വീതിയുണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ അനധികൃത പാർക്കിങ്ങുകളൊന്നും ഇവിടെ അനുവദിക്കാറില്ലാത്തത് കൊണ്ടും കൂടെ ആയിരിക്കാം അത്. പക്ഷേ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക, ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും. കാരണം ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വിൽക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദിക്കുകയാണെങ്കിൽ അത് ഒത്തിരി പേർക്ക് ഉപജീവന മാർഗവും കൂടെ ആയേനെ. പക്ഷേ ഏതായാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്നൊന്നും അവിടെ കാണുന്നില്ല. അത് വേറൊരു കാര്യം. പിന്നെ അതേപോലെ അവിടെ അത്ര ഇപ്പോൾ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. രാവിലെ മുതൽ ഏകദേശം ഇപ്പോൾ 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തിനിടയ്ക്ക് ഇവിടെ ആരും അങ്ങനെ വേസ്റ്റ് ഇടുന്നില്ല, വേസ്റ്റ് അങ്ങനെ അത്ര മലിനമായിട്ട് അവിടെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഏതൊരു വലിയ വ്യക്തിയും കണ്ടങ്ങോട്ട് പോയി സൈറനൊക്കെ ഇട്ടിട്ട് പോലീസ് വണ്ടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. 2-3 വണ്ടികൾ അടുപ്പിച്ചാണ് പോയത്. അപ്പോൾ ഏതെങ്കിലും ഒരു VIP അതിലൂടെ പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയാണ് വണ്ടികളായെന്ന് നോക്കി. ഇനിയും അങ്ങോട്ടുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ഗോത്തിക് ശൈലിയിലുള്ള നിർമ്മാണങ്ങളിൽ ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞ മറ്റേ എന്താണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ വരുന്ന നിർമ്മിതികൾ. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം നിർമ്മിതികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഏകദേശം 1930-40 കാലഘട്ടങ്ങളിൽ ഇതൊക്കെ വലിയ സൗധങ്ങൾ തന്നെയായിരുന്നു. ഇന്ന് വലിയ പൊടിപ്പോ തൊങ്ങലുകളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പോലും അന്നത് വൻ നിർമ്മിതി തന്നെയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ പുറം ഭാഗമാണിത്. അപ്പോൾ ഇതിലൂടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കഴിയില്ല. അത് ഇതിലൂടെയാണ് അകത്തേക്ക് കയറാൻ പറ്റുക എന്നറിയില്ല. നോക്കട്ടെ, അങ്ങനെ അകത്തേക്കല്ല അതിൻ്റെ പരിസരത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പായിട്ട് നമുക്ക് കരുതാം. പക്ഷേ എന്നാലും ഞാൻ ഇസ്രായേലിലെ കുറേ വീഡിയോകൾ ചെയ്തു. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ സൈൻ ബോർഡുകൾ, LED സൈൻ ബോർഡുകളും എല്ലാം ഉള്ള ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു നിർമ്മിതിയാണ് ഇവിടെ ഉള്ളത്. കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കാറുണ്ട്. ഇപ്പോൾ സൂര്യൻ ഏകദേശം കാണുകൊണ്ടിരിക്കുകയാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇവിടെ ഈ ഇത്തരം കെട്ടിടങ്ങളിൽ താമസക്കാരുണ്ടെങ്കിൽ ഈ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഒച്ചപ്പാട് കാരണം, കളി നടക്കുന്ന സമയങ്ങളിൽ ഒച്ചപ്പാട് കാരണം എങ്ങനെ കിടന്നുറങ്ങും? ഒരു ദിവസം ഇതിലൂടെ വരണം ഏതായാലും കളി നടക്കുന്ന സമയത്ത്. നമ്മൾ നേരത്തെ കണ്ട ആ ട്രാഫിക് സിഗ്നലിലെ ബ്ലോക്കാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. എങ്കിലും വണ്ടി നല്ല രീതിയിൽ നീങ്ങുന്നുണ്ട്.
പക്ഷേ ഈ ബ്ലോക്ക് ഇവിടം വരെ എത്തുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വാഹന തിരക്ക് ഇവിടെ ഉണ്ടെന്നല്ല അതിനർത്ഥം. കേട്ടില്ല, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഇവിടുന്നൊക്കെ. നല്ല സ്പീഡെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സ്പീഡല്ല, ഏകദേശം 30 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഇവിടുന്ന് വണ്ടികൾ പോകുന്നുണ്ട്. എങ്കിലും വണ്ടികളുടെ തിരക്ക് എന്തോരം ഉണ്ടെന്ന് നമുക്ക് കാണാം. വാങ്കടയുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 1-2 സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കൊരു പുറംഭാഗമൊക്കെ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി കാണണ്ടേ. അങ്ങനെ ഒരു സംഭവം ഒന്നും ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഈ വാങ്കടയുടെ മെയിൻ ഗേറ്റ് ഇതിനോട് ചേർന്നിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇല്ല, ഇവിടം കൊണ്ട് കഴിഞ്ഞു. ഇവിടം കൊണ്ട് വാങ്കടയുടെ അതാണ് ഔട്ടർ ലൈൻ. വാങ്കട അവിടം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളേതായാലും വന്ന വഴി തിരിച്ച് നടക്കുകയാണ്. അവിടം കൊണ്ട് തീർന്നു, പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പം പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞു കുറച്ചുകൂടെ മുന്നിലാണ് ഉള്ളിലേക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴിയെന്ന്. ഇങ്ങനെ വഴിയൊക്കെ കാണുന്നുണ്ട്, എങ്കിലും ആ ഭാഗങ്ങളിൽ ഓരോ മതിലുള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ റോട്ടിൽ നിന്ന് കാണുന്നത്രയും അവിടെ ആ മതിലിൻ്റെ അടുത്ത് നിന്നാൽ കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഒന്ന് ഇച്ചിരൂടെ തിരിഞ്ഞ് നടന്ന് നോക്കട്ടെ. ഇത് 68 നമ്പർ ഹേം പ്രഭ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബിൽഡിംഗാണ്. ഹായ് പിള്ളേർ. ഇവിടുന്ന് കാര്യം പറഞ്ഞാൽ അവിടെ ഒരു മതിലുണ്ട്, എങ്കിൽ പോലും കുറച്ചുകൂടെ അടുത്തുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. പക്ഷേ പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി കാണുന്നുണ്ട്, സോനാവാല 67 സോനാവാല. भाई इधर वांगड़ा का साथ जा सकते? कैसे जा सकते? आगे सिग्नल पे लेफ्ट. हाँ ओके, धन्यवाद. അപ്പോൾ സിഗ്നലിൻ്റെ അവിടെ നമ്മുടെ കുറച്ച് ഭായിമാർ ഹായി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ട്രാവൽ മിത്രം ചാനലിന് വേണ്ടിയിട്ട് ഇടുന്നതെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ഹായി ഒക്കെ പറഞ്ഞ് കൈ വീശി പോയിട്ടുണ്ട്. അവരെങ്ങനെ ഒരു 10 മീറ്റർ നടക്കുമ്പോഴത്തേക്ക് അത് മറന്നു പോകും തീർച്ചയായിട്ടും. അപ്പോൾ ആ സിഗ്നലിൻ്റെ അവിടെ വരെ തിരിച്ചു പോകണോ? ഇനി ഒരു 150 മീറ്റർ കൂടെ കാണും. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് കൊടുത്തു, ട്രാവൽ മിത്രം എന്നുള്ള ചാനൽ. രാഹുൽ മിശ്ര. ഞാൻ നോക്കുമ്പോൾ രാഹുൽ മിശ്ര എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ എന്ന് നമ്മൾ എന്നാ പറയാനാ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലഡ് ലൈറ്റാണ് ഈ കാണുന്നത്. ഏകദേശം 1 2 3 4 5 6 ഒരു 10 നില കെട്ടിടത്തിൻ്റെ അടുത്ത ഒരു വലുപ്പത്തിൽ ആണ് ഈ ഫ്ലഡ് ലൈറ്റുകൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. आने वाले हम लोग को भी देखने टीवी पे आएगा. हाँ ये चैनल नहीं है, यूट्यूब में. यूट्यूब आएगा कैसा? समझदार में. हाँ समझदार में आएगा. हाँ मेरा चैनल में आएगा. कभी आएगा? शाम कभी 1 महीना में आएगा. बाय, ധന്യവാദ്. അപ്പോൾ സൂര്യൻ ഇത് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ഇതൊരു നല്ല കളർ, ആകാശത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു നല്ല ഭംഗിയായി വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും വാങ്കടയുടെ പരിസരത്ത് വാങ്കടയുടെ സ്റ്റേഡിയത്തിൻ്റെ ഒരു പാർട്സലെങ്കിലും തൊട്ടിട്ട് വരാം. അല്ല പിന്നെ ആഹാ പറഞ്ഞതുപോലെ ഇവിടെ പിന്നെയും സിഗ്നലായി. ഇതൊരു പട്ടി, ഒരു നായക്കുട്ടിയും കൊണ്ടൊരു ചേച്ചി നടന്നു പോകുന്നു. നമ്മുടെ നേരെ നടക്കുന്നതുകൊണ്ടാണ്, സമാന്തരമായിട്ട് നടക്കുന്ന, നേരെ മുന്നിൽ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇവിടെ തെളിഞ്ഞു തുടങ്ങി. സൂര്യൻ താഴ്ന്നിട്ടില്ലെങ്കിൽ പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ നേരത്തെ തന്നെ തെളിഞ്ഞു തുടങ്ങി. ക്വീൻസ് നെക്ലേഴ്സ് എന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ടാണോ എന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം. ഏതായാലും ഇതിലൂടെ ഉള്ളിലേക്ക് പോകുമ്പം കാണാമെന്നാണ് പറയുന്നത്. ഏതായാലും ഒന്ന് നോക്കട്ടെ. ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ബോർഡുകളൊക്കെയാണ്. അതായത് ഇവിടുന്നാണോ വാങ്കഡ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കിടക്കുന്നതെന്ന് അറിയില്ല. ഒന്ന് നോക്കട്ടെ. മുംബൈ MCAയുടെ തലസ്ഥാനമാണെന്ന് തോന്നുന്നു കേട്ടോ, ആസ്ഥാനമാണെന്ന് തോന്നിയത്. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ബാരിക്കേഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭരിക്കുന്നത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനാണ്. കാരണം അവരുടെ പ്രയോറിറ്റിയുടെ അപ്പുറത്തേക്ക് വേറെ
ഒരു പ്രയോറിറ്റി ഇവിടെ ഇല്ല. ചില സമയങ്ങളിൽ വല്ലപ്പോഴും കർണാടകയ്ക്കും ചില സമയങ്ങളിൽ അതേപോലെ തന്നെ തമിഴ്നാടിന് അത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മറ്റേ ബംഗാളിനൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഇതേതായാലും വിനു മങ്കാദ് ഗേറ്റാണ്. വിനു മങ്കാദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പഴയൊരു കളിക്കാരനാണ്. വാങ്കഡെ സ്റ്റേഡിയം. ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അകത്ത് പോകാവോ, അകത്ത് പോയിട്ട് അവിടെ ഒന്ന് കാണാമോ എന്ന് നോക്കട്ടെ. ഭായ് അന്തർ ജാ സക്തേ नहीं जा सकते വീഡിയോ ബനാന അതിന് സിക്ക. അപ്പോൾ വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയുന്ന സംഭവം അതിതാണ്. ആ ഫ്ലഡ് ലിറ്റും എല്ലാം ഇവിടെയുണ്ട്. ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്നാണ് നമ്മുടെ ബായ് പറയുന്നത്. ഉദർ ബനാക്കെ നൈ ക്യാ കുച്ച് ബി നൈ അന്തർ ഏന സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്, ചേട്ടായി പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. കടലിലേക്ക് ഊളിയിടുന്ന സൂര്യൻ. ഇപ്പോൾ സൂര്യാസ്തമയം ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെ തന്നെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊരു പയ്യനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അസ്തമയത്തിന് ശേഷം മറൈൻ ഡ്രൈവിൽ കൂടെ നമ്മളൊന്നുകൂടെ നടക്കുകയാണ്. കുറച്ച് പേരൊക്കെ ഈവനിങ് വാക്ക് എന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെ നടക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അല്പം പ്രായമേറിയവരും പിന്നെ ജോലിക്ക് പോകുന്നവരും അങ്ങനെ ആയിട്ടുള്ളവരൊക്കെ അത്യാവശ്യം സ്പീഡിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം. പിന്നെ ഇരുണ്ട് വന്ന പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്വീൻസ് ലൈറ്റ് നോക്കാമല്ലോ. ക്വീൻസ് നെക്ലേഴ്സ് ശരി തന്നെയാണ് കേട്ടോ. ക്വീൻസ് നെക്ലേഴ്സ് എന്ന് തന്നെ പറയാം. കണ്ടോ, ഇങ്ങനെ വളഞ്ഞ് 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 ഒരു ഭംഗിയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവുകയാണ്. ഈ സി ടൈപ്പിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അതെല്ലാവർക്കും ഒരു നെക്ലേഴ്സ് പോലെ തന്നെ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഒരു ഏകദേശം നടുക്കാണ് നിൽക്കുന്നത്. സിയുടെ പകുതിയേ കാണത്തുള്ളൂ. അപ്പം തന്നെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചയായിട്ട് തന്നെ എനിക്കും തോന്നുന്നുണ്ട്. ക്വീൻസ് നെക്ലേഴ്സ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഏതായാലും ഈ ഒരു മറൈൻ ഡ്രൈവ് കിടക്കുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആകാശവും വളരെ ഇരുണ്ട് മൂടി കിടക്കുകയാണ്. അപ്പോൾ ലൈറ്റൊന്നും അങ്ങനെ തീരെ ഇല്ലാതായിട്ടൊന്നുമില്ല. ലൈറ്റും ഉണ്ട് ഇവിടെ, ഭയങ്കരമായിട്ടല്ല, എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് ആളുകളൊക്കെ തിരിച്ചറിയുന്ന രീതിയിൽ ഒരു ഭംഗിയുള്ള ഒരു ലൈറ്റാണ് നമുക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെയാവുമോ എന്തോ നോക്കാം. കുറച്ച് പ്രായമായ ഒരു ചേട്ടൻ, ഒരു പ്രായമായ ഒരു പുള്ളിക്കാരൻ, ഒരു അപ്പാവൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പുള്ളിക്കാരൻ നമ്മളെ കടന്നുപോയി, നമ്മളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല, ഒരു ചിരി പോലും തന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇപ്പോൾ ഈ ഉള്ള ബിൽഡിങ്ങിന് ഇടയ്ക്ക് എവിടെയാണ്ട് അന്റാലിയ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ വീടായ അംബാനിയുടെ വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ എവിടെയാണ്ടാണ് ഈ അന്റാലിയ സ്ഥിതി ചെയ്യുന്നത്. കുറേ പേരൊക്കെ സൂര്യാസ്തമയത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന രീതിയിലാണ്. നേരത്തെ ഇവിടെ നിറഞ്ഞെന്നതുപോലെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പേരൊക്കെ സ്ഥലം വിട്ടു, മെല്ലെ മെല്ലെ ഇവിടം കാലിയായിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. നേരത്തെ ആ ചൂടും ആ ഒരു പുഴുങ്ങലും ഒക്കെ ഏകദേശം കുറഞ്ഞു. ഇത് 2 ക്യാമറയുമായിട്ട് ഒരു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഹായ്. അതാ 2 ക്യാമറ, അതും നല്ല കിടില ലെൻസൊക്കെ ആയിട്ടൊരു പുള്ളി നടക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഈ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്നിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. എന്താണാവോ. ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഗിർഗാവ് ചൗപ്പത്തി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ബീച്ചുള്ളത്. അപ്പോൾ അവിടെയാണ് ഗണപതി നിമജ്ജനമൊക്കെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് പോയച്ചാൽ മതി. വാങ്കഡെ നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ നേരെ ഈ ഭാഗത്താണ്. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നപ്പം ഏതായാലും കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരെ, ഇവിടെ ബോംബെ വരെ വണ്ടി ഓടിച്ച് വന്നതിൻ്റെയും പിന്നെ പോരാത്തതിന് 2 ദിവസം എൻ്റെ കൂടെ നടന്നതിൻ്റെ ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിള്ളേർക്ക്.
ഏതായാലും അവരിന്ന് ഏതായാലും കുറേ നേരം വിശ്രമിച്ചിട്ടൊക്കെ മെല്ലെ ഇവിടെ എവിടെയാണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കൂടി അവരവിടെ ചെയ്തിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ കൂടെ ചെയ്യണം ഇതിനിടയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന ധാരാളം കെട്ടിടങ്ങൾ, കുറച്ചധികം കെട്ടിടങ്ങൾ, ചില അന്നത്തെ കാലത്തെ വളരെ വിലപ്പെട്ട സൗധങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഏകദേശം എല്ലാത്തിനും ഒരേ ഷേപ്പുകൾ തന്നെയാണ് നമുക്കിവിടെ കാണാം. കുറച്ചധികം കെട്ടിടങ്ങൾ കാണാം, പക്ഷെ അതെല്ലാം തന്നെ ഏകദേശം ഒരേ ഷേപ്പിലാണ്. അപ്പോൾ ഇതെല്ലാം അന്നുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ 1930-40 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായി വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ കുറച്ച് വിദേശികൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. 3-4 പേരുണ്ട്. അപ്പോൾ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്, കേരളത്തിലെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ചോദിച്ച് നോക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ചോദിച്ചു നോക്കാം. ഹായ്, I am Lijo. How is your experience in India? It's good. मेरा नाम Scott. Scotch. Actually, it is not my language. In India, we have many languages. Yeah. I am from south of India. What do you speak there? I am speaking in Malayalam. Malay. Our language is Malayalam. Yeah. Nice. Actually, I am making a video. Cool. Oh. Hi. Where are you from? Norway. Norway. Yes. Oh. Norway. Yeah. What Okay. kind of video are you making? Yeah, I am making a video for YouTube. For YouTube? Yeah. Are you big? Huh? Are you a big YouTuber? No. Small. You will soon be big. After this video, it's gonna explode. Okay. How is India? India's very nice. Nice. Where were you visit in India? Ahmedabad. Ahmedabad. We say we go to school in Ahmedabad. Yeah. Okay. Do you like to visit Kerala? We haven't been there yet. We will go. We will go in a couple of weeks. Yeah. Okay. Couple This of is our weeks. first travel. Yeah. Okay. Okay. What's your name? Asad. Asad. Nice to meet you. Diana, Luna. the bear. Bear. Spelling? B-E-A-R. Bear. Bear. Bear, yeah. Okay. Like animal. Nice to meet you. Like animal. Animal bear. Bear. Okay. I am Lijo. Okay. Thank you. Nice to meet you. Bye. What's your YouTube channel? Yeah, we want to see the video about അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് സായിപ്പന്മാരെ മദാമ്മമാരെയൊക്കെ കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ കുറച്ചധികം നേരം സംസാരിക്കേണ്ടി വന്നു. പിന്നെ ഇപ്പം നോക്കിയേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുട്ടായി. ഇനി കാഴ്ചകളൊന്നും ഒത്തിരി കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ നമ്മളേതായാലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭായിമാരെ ഞാൻ അവിടുന്ന് ഇടയ്ക്ക് കണ്ടുമുട്ടി. ഇവന്മാർ ഇത്ര നേരം ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെ ഇട്ട് വെള്ളം കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവന്മാർ ഇപ്പോഴാണ് താമസിക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഗൈസ്.